വല്ലാതെ വേദനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കയറിയത് കൊണ്ട് എൻ്റെ അനുഭവവും കൂടെ ഞാൻ എങ്ങനെ വിശ്വാസത്തിൽ വന്നു എന്നുള്ള കാര്യവും ചുരുക്കമായെങ്കിലും ഉള്ള സമയത്തിനുള്ളിൽ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരുടെ അനുഭവം, സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പേ ഒരിക്കലെങ്കിലും കേട്ട് കാണാം. ഇല്ലെങ്കിൽ ഇന്ന് അല്പമായി ഓർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചതും വളർന്നതും എടത്തുവായ്ക്കടുത്ത് തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്യപാനിയായ പിതാവിൻ്റെ 6 മക്കളിൽ 4ാമത്തവനായി ഞാൻ ജനിച്ചു. എൻ്റെ ഓർമ്മയായ സമയം മുതൽ ഞങ്ങളുടെ വീട് ഒരു മദ്യഷാപ്പായി, ഉപഷാപ്പായി, ചാരായം ഉണ്ടാക്കുന്ന, കൊടുക്കുന്ന, കുടിക്കുന്ന ഒരു ഭവനമായി ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട സമാധാനം എന്തെന്ന് എൻ്റെ ബാല്യകാലത്ത് എനിക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഞങ്ങൾ 6 പേര് മക്കൾ, 3 ആണും 3 പെണ്ണും. എൻ്റെ മാതാപിതാക്കന്മാർ ഒരു കൊച്ചു കുടിലിൽ, ഒരു ചാരായ ഷാപ്പിൽ ഞങ്ങൾ വളരുവാനിടയായി തീർന്നു. സമാധാനമില്ലാത്ത എത്രയെത്ര രാത്രികൾ ഭവനത്തിൽ ഉറങ്ങുവാൻ കഴിയാതെ, മദ്യപാനിയായ പിതാവ് അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ജീവിച്ച കാലഘട്ടങ്ങൾ. എന്നാൽ ഈശ്വര വിശ്വാസിയായിരുന്നു ഞാൻ. എൻ്റെ അന്നത്തെ വിശ്വാസപ്രകാരം അമ്പലങ്ങളിൽ പോവുകയും പുണ്യകർമ്മങ്ങൾ ചെയ്യുകയും തീർത്ഥയാത്രകൾ ചെയ്യുകയും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ പതിവായിരുന്നു. ഞായറാഴ്ച അമ്പലത്തിൽ പോകാതെ, കുളിച്ചു തൊഴാതെ, ഭക്ഷണം പോലും കഴിക്കാത്ത എൻ്റെ ബാല്യകാലം, സത്യനാമം മുടക്കാത്ത ഒരു ബാല്യകാലം. പക്ഷേ സമാധാനമില്ലാത്ത എൻ്റെ ഭവനത്തിൽ എൻ്റെ ബാല്യകാലം തന്നെ ഞാനിങ്ങനെ ചിന്തിക്കേണ്ടി വന്നു, ഈശ്വരൻ എന്ന ഒരാളുണ്ടോ? ഉണ്ടെങ്കിൽ അതാരാണ്? എനിക്കറിയണം. എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു സമാധാനമില്ല? എൻ്റെ ഭവനത്തിൽ ഒരു സന്തോഷമില്ല? എന്നും വഴക്കും അടിയും ബഹളവുമായി ജീവിക്കുന്ന എൻ്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷം ഒരീശ്വരൻ ഉണ്ടെങ്കിൽ ആരാണ് എന്നറിയാനുള്ള വാഞ്ച എൻ്റെ ഉള്ളിലുണ്ടായി. അന്ന് പതിവ് പോലെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാത്രി സന്ധ്യാസമയം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിന്ന് നാമം ജപിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേരെ മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഈശ്വര, ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആരാണ്? എന്നെ അറിയിക്കണം.
അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ അതാരാണെന്ന് എനിക്കറിയണം. എന്നിട്ട് മാത്രമേ ഇനി അമ്പലങ്ങളിൽ പോകത്തുള്ളെന്നും നാമം ജപിക്കത്തുള്ളെന്നും ഒരു തീരുമാനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വയം എടുത്തു. എന്തിന്? അന്ന് തലവടി TMD ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ സ്കൂളിൽ ചെന്നു. എൻ്റെ അധ്യാപകരോടോ സഹപാഠികളോടോ ഒന്നും സംസാരിക്കാതെ ഞാൻ ഏകനായി, മ്ലാനവതനായി, ഏകാന്തത അന്വേഷിച്ച് ഞാൻ നടന്നു. എന്നെ ശ്രദ്ധിക്കുന്നവരുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ വളരെ മൂകവതനായി ഞാൻ മാറി. സ്കൂളിൽ ചെന്നാൽ അധ്യാപകരോടോ സഹപാഠികളോടോ സംസാരിക്കാത്തവനായി. ഏതാണ്ട് ഒരു മാസം അമ്പലത്തിൽ പോകാതെ, നാമം ജപിക്കാതെ, അധ്യാപകരോടും സഹപാഠികളോടും സംസാരിക്കാതെ ഈശ്വരൻ ആരാണ് എനിക്കറിയണം. ഈ ഒരൊറ്റ ചിന്തയോടുകൂടെ ഞാനിങ്ങനെ ജീവിച്ചു പോരവേ ഞങ്ങളുടെ സ്കൂളിൽ TMD ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ഉമ്മൻ വർഗീസ്, അന്ന് അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളായിരുന്നു. യേശുവിനെ അറിയുന്ന ഒരു സ്നേഹിതൻ അന്ന് എന്നോട് പറഞ്ഞു, കരുണാകര, ഇന്നൊരു പ്രാർത്ഥനയുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. ഈ സൂമിൽ സംബന്ധിക്കുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യൻ്റെ കടമയാണ് മറ്റുള്ളവരെ കൂടെ ഈ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളത്. എന്നെ വിളിച്ച ഉമ്മൻ വർഗീസ് എന്നെ ആദ്യമായിട്ടൊരു പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ ആ രക്ഷിക്കപ്പെട്ട ഉമ്മൻ വർഗീസ് അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥനയ്ക്കായി മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിന്ന് രാത്രി ഓർപ്പിക്കുവാനുള്ളത്, നാം അനുഭവിച്ചറിഞ്ഞ ഈ രക്ഷയുടെ സന്തോഷം മറ്റുള്ളവരോടും അറിയിപ്പാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ ഈ രക്ഷയിലേക്ക് നയിക്കുവാനും നാം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഉമ്മൻ വർഗീസ് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയ്ക്ക് വരാം, പക്ഷേ എൻ്റെ കൂട്ടുകാരെ കൂടെ വിളിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. വിളിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ഒരു രാജപ്പനെയും ഒരു വിജയനെയും എൻ്റെ കൂട്ടുകാരായിട്ടുണ്ടായിരുന്ന ഒരു ഹരിദാസിനെയും എന്നെ വിളിച്ച ഉമ്മൻ വർഗീസും ഞങ്ങളൊരു 4-5 പേര് തലവടി TMD ഹൈസ്കൂളിന് തൊട്ടടുത്തുള്ള കത്തനാര് പറമ്പിൽ എന്ന് പറയുന്ന ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഉമ്മൻ വർഗീസ് എന്നെ വിളിച്ചത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നല്ല BA-ക്കും BCom-നും MSc-ക്കും ഒക്കെ പഠിക്കുന്ന, പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ചെറുപ്പക്കാരായ യുവതി യുവാക്കന്മാർ ആ വീട്ടിലെ ഒരു മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞത്. അവർ കൈയടിക്കുന്നു, പാട്ടുപാടുന്നു, എന്തോ അവശബ്ദം പോലെ അന്യഭാഷകൾ സംസാരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് പോയ ഞങ്ങൾക്ക് ആർക്കും
ഒന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലാകാഞ്ഞ് ഞങ്ങൾ ആ പ്രാർത്ഥന തീർന്നു വീട്ടിൽ പോയി. ഒന്നും മനസ്സിലായില്ല. അവർ പറയുന്ന അന്യഭാഷകളോ അവർ പാടിയതോ പ്രാർത്ഥിച്ചതോ ഒന്നും മനസ്സിലാകാതെ ഇരുന്നത് കൊണ്ട് പിറ്റേ വ്യാഴാഴ്ചയും ഉമ്മൻ വർഗീസ് വിളിക്കുന്നു, കരുണാകര ഇന്നും പ്രാർത്ഥനയുണ്ട്, വരുന്നോ എന്ന് വിളിച്ചു. രണ്ടാം പ്രാവശ്യവും ഞാൻ ആ പ്രാർത്ഥന പോകുവാൻ എൻ്റെ ഉള്ളത്തിൽ സന്തോഷം തോന്നി. പക്ഷേ എൻ്റെ കൂടെ വന്നവരെ വിളിച്ചിട്ട് അവർ വന്നില്ല. അവർ പറഞ്ഞു, ഇല്ല ഞങ്ങൾ വരുന്നില്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ഏതായാലും അവർ വന്നില്ല. പക്ഷേ എനിക്ക് പോകണം. കാരണം എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ഒരു ഈശ്വരനുണ്ടോ? ഒരു ദൈവമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? എനിക്കറിയണം. ഈ ആഗ്രഹം കൊണ്ട് രണ്ടാം പ്രാവശ്യവും ഞാൻ അവരോടൊപ്പം ആ മീറ്റിങ്ങിന് പോയി. പക്ഷേ രണ്ടാം പ്രാവശ്യം ചെല്ലുമ്പോഴും അവർ പാട്ടുപാടുന്നു, പ്രാർത്ഥിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്നും ഞാൻ വീട്ടിൽ പോയി. മൂന്നാം പ്രാവശ്യവും ഞാൻ അവരുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. മൂന്നാം പ്രാവശ്യത്തെ പ്രാർത്ഥന കഴിയുമ്പോൾ അവരെനിക്കൊരു ബൈബിള് തന്നു. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളല്ല, ഒരു പഴയ ബൈബിൾ. എന്ന് പറഞ്ഞാൽ പുറംതാളില്ല, ഉൽപ്പത്തിയില്ല, വെളിപ്പാടില്ല, പുറംതാളുകളൊന്നുമില്ലാത്തൊരു പഴയ ബൈബിൾ എനിക്ക് തന്നിട്ട് പറഞ്ഞു, കരുണാകരൻ പോയി ഈ ബൈബിള് വായിക്കാൻ. ഞാൻ വീട്ടിൽ പോയി ഈ ബൈബിള് തുറന്നു. എനിക്ക് വായിക്കുവാൻ കിട്ടിയത് യോഹന്നാന്റെ സുവിശേഷമായിരുന്നു. ഞാൻ ആ വേദഭാഗം വായിക്കുവാൻ തുടങ്ങി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഞാനിങ്ങനെ വായിച്ചു വരുമ്പോൾ ദൈവമെന്നും വചനമെന്നും ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് അത് വായിക്കാൻ ഇൻട്രസ്റ്റ് തോന്നി. ഞാൻ തുടർന്നത് വായിച്ചു വന്നപ്പോൾ 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന വാക്യം വായിപ്പാനിടയായി. അവിടെ ഏവർക്കും എന്ന പദം എന്നെ ചിന്തിപ്പിക്കുകയുണ്ടായി. ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല, മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു കർത്താവ് ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ദൈവമല്ല, എല്ലാവർക്കും വേണ്ടി ഉള്ള ദൈവമാണെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ബോധ്യമായി തീർന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, 4-ാമത്തെ വ്യാഴാഴ്ച ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ അന്നത്തെ പ്രാർത്ഥനയിൽ എനിക്ക് പാപബോധം ഉളവാകുവാനിടയായി. അവരെല്ലാവരും കൈയടിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ പാപബോധത്താൽ എൻ്റെ ഹൃദയം വിങ്ങി പൊട്ടി കരയുവാൻ തുടങ്ങി. അവരാരും ആവശ്യപ്പെടാതെ ഞാൻ അവിടെ എഴുന്നേറ്റ് നിന്നു.
അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെൻ്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ മ്ലാനത മാറി, എൻ്റെ മൂകത മാറി, ഏകാന്തത മാറി, സമാധാനമുള്ള ഒരു ഹൃദയം ദൈവം എനിക്ക് തന്നു. അന്നത്തെ പ്രാർത്ഥനയിൽ യേശു കർത്താവിനെ എൻ്റെ കർത്താവ് നിശ്ചിതമായി സ്വീകരിച്ച ആ നിമിഷം തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു സന്തോഷം, വലിയൊരു സമാധാനം എൻ്റെ ഹൃദയത്തിൽ പ്രാപിപ്പാനിടയായി. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയായി തീരുന്നു എന്നുള്ള വേദഭാഗം എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ 4 പ്രാവശ്യം വീട്ടിൽ മീറ്റിങ്ങിന് പ്രാർത്ഥനയ്ക്ക് പോയത് കാര്യം എൻ്റെ വീട്ടുകാരറിയുന്നില്ല. 4-ാമത്തെ പ്രാവശ്യം മീറ്റിംഗ് കഴിഞ്ഞിട്ട് യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടക്കുവാൻ കഴിയുന്നില്ല. സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാണ് ഈ 4 പ്രാവശ്യവും മീറ്റിങ്ങിന് പോയത്, പ്രാർത്ഥനയ്ക്ക് പോയത്. എന്നാൽ 4-ാം പ്രാവശ്യം യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് എൻ്റെ ഉള്ളത്തിൽ സന്തോഷവും സമാധാനവും ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് നടക്കാൻ നോക്കിയിട്ട് നടക്കാൻ മേല. ഞാൻ ഓടുകയാണ്. ഓടി ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പിതാവ് പാടത്ത് പണിയും കഴിഞ്ഞ് എൻ്റെ പിതാവ് ഇങ്ങനെ കയറി വരുന്നു. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ അച്ചായനോട് പറഞ്ഞു, അച്ചായ, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അച്ചായനൊന്നും മനസ്സിലായില്ല. 4 ദിവസം കൊണ്ട് അവർ പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കേട്ട പദമാണ് രക്ഷിക്കപ്പെടുക എന്ന പദം. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അച്ചായനൊന്നും മനസ്സിലായില്ല. ഓടി അടുക്കളയിൽ ചെന്നു. എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇന്നു മുതൽ യേശുവിനായിട്ട് ജീവിക്കാൻ പോകുകയാണ്. ഞാൻ യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടു. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. 1 മാസമായി ആരോടും മിണ്ടാതെ, ആരോട് സംസാരിക്കാതെ, സന്ധ്യനാമം ജപിക്കാതെ ഒരു മൂകനായി ഇരുന്ന എൻ്റെ ജീവിതത്തിലെ ഈ വ്യത്യാസം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന്. ദൈവമക്കളെ, ആ സന്ധ്യാസമയത്ത് എൻ്റെ വീട്ടുകാര്, എൻ്റെ അമ്മയും 5 പേര് മക്കളും, ഞങ്ങൾ 6 പേരാണ്. ഞാനന്ന് അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാതെ, നാമം ജപിക്കുവാൻ ഇരിക്കാതെ, അവർ നാമം ജപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തന്ന വേദപുസ്തകം എടുത്ത് ഞാനൊരു അധ്യായം ഉറക്കെ അങ്ങ് വായിച്ചു. പക്ഷേ ഞങ്ങളുടെ ചുറ്റുപാടുകൾ ക്രിസ്ത്യാനികളുണ്ട്. സന്ധ്യയ്ക്ക് അവർ പാട്ടുപാടി പ്രാർത്ഥിക്കും. എല്ലാ വീടുകളിലും സന്ധ്യാസമയമാകുമ്പോൾ ക്രിസ്ത്യാനികൾ പാട്ടുപാടി പ്രാർത്ഥിക്കും. ഹിന്ദുക്കൾ സന്ധ്യനാമം ജപിക്കും. ഞങ്ങളുടെ വീട്ടിൽ അന്ന് വരെ സന്ധ്യനാമം ജപിച്ചുകൊണ്ടിരുന്നു. അന്നും എൻ്റെ അമ്മയും സഹോദരങ്ങളും സന്ധ്യനാമം ജപിച്ചു. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയായല്ലോ, യേശുവിനെ കൈക്കൊണ്ടല്ലോ, എൻ്റെ ഉള്ളിലൊരാഗ്രഹം, എനിക്കും പാട്ടുപാടി പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നും എനിക്ക് അത്ഭുതമാണ്. 2 പാട്ടിൻ്റെ അടികൾ എൻ്റെ ഓർമ്മയിൽ വന്നു. ഒന്ന്, കണ്ടാലും കാൽവരിയിൽ കുരിശിൻ ശിരസതിൻ ചാഞ്ചുവരൻ, കണ്ടിടുക പ്രിയനെ നിനക്കായി തൂങ്ങിയിടുന്നു 3 ആണികളിൽ. മറ്റൊരു പാട്ടാണ്, സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൻ ചാരി ഞാൻ, പോകുന്നു കുരിശിന്റെ പാതയിൽ. കേൾക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ തോന്നും, കരുണാകരൻ എങ്ങനെയാ ഈ പാട്ട് പഠിച്ചതെന്ന്. ക്രിസ്ത്യാനിയായില്ലല്ലോ, പിന്നെങ്ങനെ ആ പാട്ട് പഠിച്ച്? ഞായറാഴ്ച രാവിലെ ചോറ് കോർത്ത് ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ഞങ്ങളുടെ തോടിൻ്റെ ഈടിക്കിരിക്കുമ്പോൾ തൊട്ടക്കരെ മർത്തോമാക്കാട് ഒരു സൺഡേ സ്കൂളുണ്ട്. അവിടെ തലവടിയിലെ തൂമ്പുങ്കലെ അവറാച്ച എന്ന് പറയുന്ന ഒരു പ്രായമുള്ള അപ്പച്ചൻ ഈ കുഞ്ഞുങ്ങൾക്ക്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക്
ഈ പാട്ട് പാടി അവരെ പഠിപ്പിക്കാറുണ്ട്. അവരെ പാട്ടുപാടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇക്കരെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ വരി പഠിച്ചതാണ്. അതെന്റെ ഓർമ്മയിൽ വന്നത് എനിക്ക് ഇന്നും അത്ഭുതം. ആദ്യം കണ്ടാലും കാൽവറി പാടി, ഒറ്റ വരി അറിയത്തുള്ളൂ, രണ്ടാമത്തെ വരി എനിക്ക് അറിയത്തില്ല. പിന്നെ സിയോൻ സഞ്ചാരി പാടി, അരമണിക്കൂർ പാടി. കണ്ടാലും കാൽവറിയും സിയോൻ സഞ്ചാരിയും കേറിയും മാറി അരമണിക്കൂർ ശബ്ദം ഉയർത്തി ഞാൻ പാടി. എന്നിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേദപുസ്തകം ഉറക്കെ വായിച്ചിട്ട് ഞാൻ ഉറക്കെ ഒരു പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. അത്ഭുതം പറയട്ടെ, എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ ക്രിസ്ത്യാനിയായെന്ന്. അന്ന് മുതൽ എൻ്റെ വീട്ടിൽ പ്രശ്നവും ആരംഭിച്ചു. എന്നെ ഒത്തിരി അവർ താക്കീത് ചെയ്തു. ക്രിസ്ത്യാനിയാകാൻ പാടില്ല, പ്രാർത്ഥനയ്ക്ക് പോകുവാൻ പാടില്ല. ഞങ്ങൾ SNDP-ക്കാരാണ്. SNDP-യിലെ ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. ഞാൻ അമ്പലങ്ങളിലും SNDP-യിലും വളരെ ആക്റ്റീവായി എൻ്റെ ബാല്യകാലം മുതൽ പോയതുകൊണ്ട് എൻ്റെ സ്നേഹിതരെല്ലാം വിവരമറിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നു. വീട്ടുകാരെ നിർബന്ധിച്ചു, ഇനി മേലാൽ അവനെ ഈ പ്രാർത്ഥനയ്ക്ക് വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെല്ലാം എനിക്ക് എതിർത്തു. പക്ഷേ എൻ്റെ പിതാവ് ഒരു മദ്യപാനിയാണെങ്കിലും എൻ്റെ പിതാവ് അവരോട് പറഞ്ഞു, അവൻ്റെ ജീവിതത്തിൽ പോയത് നല്ല കാര്യമാണെങ്കിൽ അവൻ പോട്ടെ, അതിൽ നിങ്ങൾക്കെന്താ. എൻ്റെ പിതാവ് അങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ നിർബന്ധം കൊണ്ട് പലപ്പോഴും എന്നോട് എതിർക്കുവാനിടയായി. എൻ്റെ വീട്ടുകാരും ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും എല്ലാവരും എനിക്കെതിരായി തീർന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നു. ഞാൻ 6 പേര് മക്കളിൽ ഏറ്റവും അനുസരണം കെട്ടവനായിരുന്നു ഞാൻ. പക്ഷേ യേശുവിനെ കണ്ടത് മുതൽ, അറിഞ്ഞത് മുതൽ ഞാൻ എൻ്റെ മാതാപിതാക്കന്മാർക്ക് നല്ല അനുസരണമുള്ളവനായി ജീവിച്ചു. എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ഞാൻ ചെയ്യും. പശുവിന് പോച്ച പറിച്ചു കൊടുക്കും, വീട്ടിലെ ജോലി ചെയ്യും. അച്ഛൻ എന്തോ പറഞ്ഞാലും അനുസരിക്കും, അമ്മ പറഞ്ഞാൽ അനുസരിക്കും. എൻ്റെ വ്യത്യാസങ്ങൾ അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവരെനിക്ക് ആ സമയത്തൊക്കെ അനുകൂലമായിട്ട് നിന്നു. എൻ്റെ ജീവിതമാകെ മാറി. ഞാൻ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാൻ തുടങ്ങി. അന്ന് ഒരു സത്യം കൂടെ പറയട്ടെ, പഠിക്കാൻ വളരെ മണ്ടനായിരുന്നു. 7ാം ക്ലാസ്സിൽ 2ാം വട്ടം പഠിച്ച് ഇരിക്കുമ്പോഴാണ് യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്. 2ാം വട്ടം പഠിച്ചപ്പോൾ തോറ്റപ്പോൾ ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ലെന്നും പറഞ്ഞിരുന്നു. എൻ്റെ പിതാവ്, ഞാൻ എൻ്റെ പിതാവിനെ ഒത്തിരി ബഹുമാനിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. കാരണം എൻ്റെ പിതാവ് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നൊരു പുളിവടി വെട്ടി എന്നെ ഇഷ്ടം പോലെ തല്ലിയത് ഞാൻ ഓർക്കുന്നു. അടി കൊണ്ട് ഞാൻ സ്കൂളിൽ പൊക്കോളാവേ എന്ന് പറയുന്നിടം വരെ എന്നെ അടിച്ചു. അതുവരെ സ്കൂളിൽ പോകാതെ, സ്കൂളിൽ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയേച്ച് 4 മണിക്ക് വീട്ടിൽ വരുന്ന സ്വഭാവമായിരുന്നു. വീട്ടുകാരറിഞ്ഞപ്പോൾ അച്ഛൻ വളരെ, എൻ്റെ പിതാവിനെ വളരെ ശാസിച്ചു, അടിച്ചു. അങ്ങനെ 7ാം ക്ലാസ്സിൽ 3ാം വട്ടം ഞാൻ ജയിക്കാനിടയായി. കൃപയാ അന്നാണ് രക്ഷിക്കപ്പെടാനിടയായത്. രക്ഷിക്കപ്പെട്ടോണ്ടാണ് ജയിച്ചത്. യേശു കർത്താവിനെ അറിയാനിടയായതുകൊണ്ട് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം തുടരുവാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ പിന്നെ തോറ്റിട്ടില്ല, പിന്നെ തോക്കാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്നവന് നല്ല ബുദ്ധി ഉണ്ടാകും എന്ന് വായിക്കുന്നത് പോലെ കർത്താവ് എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു.
ഞാൻ SSLC പാസ്സായി. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് പ്രൈവറ്റായിട്ട് ചേർന്ന് പഠിച്ചു. അതിനുശേഷം ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കാൻ 3 വർഷം എൻ്റെ ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ പാസ്റ്റർ PM ഫിലിപ്പ് സാറിൽ നിന്നും പാസ്റ്റർ TG ഉമ്മത്തിനപ്പത്തിൽ നിന്നുമൊക്കെ സ്പെഷ്യൽ അവാർഡ് വാങ്ങിച്ച് നന്നായി ബൈബിൾ സ്കൂളിൽ നിന്ന് പാസ്സാകുവാൻ സർവശക്തനായ ദൈവം എനിക്ക് കൃപ തന്നു. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുന്നു. കാരണം എനിക്ക് ബൈബിൾ സ്കൂളിൽ പഠിക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ പിതാവായിരുന്നു. ഞാൻ ഇല്ലെങ്കിൽ ഒരു ബൈബിൾ സ്കൂളിൽ പോകുവാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനായി, ഒരു തയ്യൽക്കാരനായി, ഒരു കപ്പലിന്റെ കച്ചവടക്കാരനായി എന്റെ ഞാനിങ്ങനെ തകർന്നു പോകേണ്ടവനാണ്. സ്നേഹം ഞാൻ അനുഭവിച്ചപ്പോൾ എന്നെ കരുതിയ, എന്നെ പോറ്റിയ, എന്നെ പുലർത്തിയ, എനിക്ക് നല്ല കുടുംബജീവിതം തന്ന ഇന്ന് കഴിഞ്ഞ 48 വർഷമാകുന്നു ഞാൻ മാരാമണ്ണിൽ ദൈവസഭയുടെ ശുശ്രൂഷകനായി ഞാൻ തുടരും. എനിക്കൊത്തിരി എൻ്റെ ഉള്ളം നന്ദി കൊണ്ട് നിറയുകയാണ്. നാം വായിച്ച വേദഭാഗം നിങ്ങൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കണം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരി വിചാരപ്പെട്ടവനാണ്. മനസ്സൊത്തിരി ഭാരപ്പെട്ടതാണ്. വീട്ടുകാരും ചർച്ചക്കാരും ബന്ധുക്കളും ഒക്കെ വെറുത്തപ്പോൾ സ്കൂളിൽ പഠിക്കുവാൻ നിർവാഹമില്ലാതെ, സ്കൂളിൽ പോകുവാൻ വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ കഷ്ടപ്പെട്ടവനാണ് ഞാൻ. ആ സമയത്തെല്ലാം എനിക്ക് വേണ്ടിയതെല്ലാം ഒരുക്കി തന്ന് എന്നെ കരുതിയ, എന്നെ പോറ്റിയ, എന്നെ പുലർത്തിയ എൻ്റെ ദൈവത്തെ എനിക്ക് എത്ര പറഞ്ഞാലും മതി വരത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സൂമിൽ സംബന്ധിക്കുന്ന എനിക്കാരുടെയും മുഖം കാണുവാൻ കഴിയുന്നില്ല. എനിക്ക് വ്യക്തമായി നിങ്ങളോട് പറയാൻ കഴിയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, മനസ്സ് ഭാരപ്പെടരുത്. പ്രതിസന്ധികളുണ്ടാകാം, പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം, ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ കടന്നു വരാം, ആഹാരമില്ലാതെ വരാം, പട്ടിണി കിടക്കേണ്ടി വരാം, ആമേൻ, ഉടുവസ്ത്രമില്ലാതെ വരാം, നിരാശപ്പെടേണ്ട സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ വരാം. ചർച്ചക്കാരും പ്രിയപ്പെട്ടവരും വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്ന് വരാം. ഭാരപ്പെടരുത്. നമ്മുടെ വലങ്കൈക്ക് പിടിച്ചവൻ അവസാന നാളോളം നമ്മളെ നടത്തുവാൻ മതിയായവനായതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ ഒരു വിശ്വാസി, ഒരു ദൈവപൈതൽ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഈ വേദഭാഗം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിരാശപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ, ഉള്ള നന്ദി കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ആ വേദഭാഗം ഇന്ന് രാത്രി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ ആഴ്ത്തി എഴുതട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരനുഭവം നിങ്ങളോട് കൂടെ പങ്കുവെക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കരുതുന്ന ദൈവം, ഈ വാക്യത്തിൽ നിന്നാണ് ഞാനത് വിശ്വാസ ജീവിതത്തിൻ്റെ പ്രാരംഭകാലങ്ങളിൽ അനുഭവിച്ച ആ അനുഭവം ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്.
അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഭക്ഷണം തന്നില്ല, ആഹാരം തന്നില്ല. കാരണം ഞാൻ മീറ്റിങ്ങിന് പോകുന്നു, പ്രാർത്ഥനയ്ക്ക് പോകുന്നു. പ്രാർത്ഥനയ്ക്ക് പോകല്ലെന്ന് പറയുന്ന കാര്യം മാത്രം ഞാൻ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ അനുസരിക്കത്തില്ല. ബാക്കിയെല്ലാം അനുസരിക്കും. സഭായോഗത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അനുസരിക്കത്തില്ല. അങ്ങനെ ഒരു അനുസരണക്കേട് എനിക്ക് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. സ്തോത്രം. ആരാധന മുടക്കി ഒരു യാത്ര ഞാൻ ചെയ്യത്തില്ല. ഇന്ന് അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരൊറ്റ ടിക്കറ്റ് പോലും ഞായറാഴ്ച ട്രെയിനിലായിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, ഫ്ലൈറ്റിലായിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല, ബസ്സിലായിരിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ആരാധന മുടങ്ങാത്ത കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവൂ. എൻ്റെ മാതാപിതാക്കന്മാർ ഞാൻ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും പോകുന്നു എന്ന കാര്യത്തിൽ എന്നോട് വളരെ കർശനമായിട്ട് എനിക്ക് ഭക്ഷണം തരാതെ വീട്ടിലിട്ടു. ഒരു ദിവസമല്ല, 2-ാം ദിവസവും ഭക്ഷണം തന്നില്ല. 2-ാം ദിവസം ആയപ്പോൾ ഞാനങ്ങ് ക്ഷീണിച്ചു. ബാല്യകാലമല്ലേ, കല്ല് ചെന്നാൽ ദഹിക്കുന്ന സമയമാ, ആർത്തിയുള്ള സമയമാ. പക്ഷെ ഒന്നും കിട്ടിയില്ല, തന്നില്ല. അന്ന് എനിക്ക് തലവടിയിൽ നടത്തുവായ്ക്ക് ഒരു മീറ്റിങ്ങിന് പോകണം. 5-6 കിലോമീറ്റർ ദൂരമുണ്ട് തലവടി നടത്തുവായ്ക്ക് പോകണമെങ്കിൽ. നിങ്ങൾക്കറിയാമോ, കേട്ടിട്ടുണ്ടോ? ഭാര്യാപുരം ജോനാച്ചായൻ, കൂടൽ കുഞ്ഞുച്ചായൻ, ഇവരൊക്കെ എടത്തുവായിൽ കാണിയാട്ടെ ജോർസാർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ആ കാലത്ത് ഇറങ്ങിത്തിരിച്ച ഒരു ദൈവദാസന്റെ വീട്ടിൽ കാത്തിരിപ്പ് യോഗം നടക്കുക. കൃപാവരങ്ങളും വരപ്രാപ്തിയുള്ള ദൈവദാസന്മാരാ വരുന്നേ, വെളിപ്പാടും ദർശനമുള്ളവർ. ഇത് കേൾക്കാനും അനുഭവിക്കാനും പോകണം. പക്ഷേ വീട്ടുകാരറിഞ്ഞാൽ എന്നെ വിടത്തില്ല. ഭക്ഷണം തലേ ദിവസം കഴിച്ചതല്ല, അന്ന് കഴിച്ചതല്ല. ഞാൻ വീട്ടുകാർ കാണാതെ വേദപുസ്തകം എടുത്തു. എൻ്റെ സ്കൂൾ യൂണിഫോം, ഒരു കാക്കി നിക്കറും വെള്ള ഉടുപ്പും, ഒറ്റ യൂണിഫോമേ ഉള്ളൂ, ആ ഒറ്റ ജോഡിയേ ഉള്ളൂ, അതും എടുത്തിട്ടുകൊണ്ട് ഞാൻ നടന്നു. ദൈവമക്കളെ, 6 കിലോമീറ്റർ ദൂരം നടന്ന്, രാവിലെ മുതൽ നടന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ മണി 11:30 കാണും. തലേ ദിവസം ഭക്ഷണം കഴിക്കാഞ്ഞ് ഞാൻ, രാവിലെ ആഹാരം കഴിക്കാഞ്ഞ് ഞാൻ, വിശന്ന് ദാഹിച്ച് ക്ഷീണിച്ച് ആ എടത്തുവായിലെ റോഡ് അരികിൽ നിൽക്കുമ്പോൾ ഒരു ബോർമ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വഴിയരികെ റൊട്ടി ഉണ്ടാക്കുന്ന ഒരു കട. ഞാൻ നോക്കിയപ്പോൾ അന്നുണ്ടാക്കിയ ബന്നായിരിക്കും, അടുക്കി അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു. എൻ്റെ ഉള്ളത്തിലങ്ങ് കൊതിയായി. ഞാൻ അവിടെ അങ്ങ് നിന്നു, ആ അലമാരിയെ നോക്കി നിന്നു. പിന്നെ ഞാൻ മുൻപോട്ട് നടക്കുക. അപ്പോഴും ഞാൻ പുറമോട്ട് തിരിഞ്ഞ് അലമാരിയാ നോക്കുന്നേ. ഞാൻ നോക്കി മുൻപോട്ട് നടക്കുമ്പോൾ എവിടുന്നോ പറന്നു വന്ന ഒരു കാക്ക ഒരു ബന്നു കൊത്തിയെടുത്ത് നേരെ പറന്ന് എൻ്റെ തലയ്ക്ക് മീതേക്ക് പോട്ടിട്ടു. 2 കൈ കൊണ്ടു ആ ബന്നെടുത്തു. എടുത്തു ആ പള്ളിപ്പാലത്തിന്റെ കൈവിരിയെ ചാരി നിന്നുകൊണ്ട് ആ ബന്ന് തിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നിറയാ അത് മതിയായിരുന്നു. പ്രിയ ഇന്ദുലേഖ സിസ്റ്ററെ, ഒരു കല്യാണത്തിന് ആഹാരം കഴിച്ച് വയറ് നിറയുന്ന പോലെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് അന്ന് എന്റെ ദൈവം എന്നെ പഠിപ്പിച്ചു. അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ അവിടെ ചെന്ന് ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ദാസ് പറഞ്ഞു, കരുണ, എന്നെ കരുണ എന്നാ വിളിക്കുന്ന, കരുണ, ഏലിയാവിനെ ദൈവം കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചത് വേദപുസ്തകം കൊണ്ടെന്ന് പറഞ്ഞു. ജന്മക്കന്മാരുടെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, ഏലിയാവിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുമ്പ് ഏലിയാവിന്റെ ദൈവം കാക്കയെ കൊണ്ട് തന്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുന്ന ദൈവം ജീവിക്കുന്നത് ദൈവം എന്നെ പഠിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ
ഞാൻ ഈ വേദഭാഗം പ്രസംഗിക്കുന്നു, ഞാൻ ഈ സാക്ഷ്യം പറയുന്നു. ഓടി നടന്ന് പറയുക. എന്തിനാന്നറിയാമോ? കരുതുന്ന ഒരു ദൈവമുണ്ട്, പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്റെ സമയം തീർന്നതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഈ വാക്യം മറക്കരുത്. നിങ്ങൾ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യരോടും പറയണ്ട. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഇനിയും ഈ വേദഭാഗം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ത്തി എഴുതണം. ഉറക്കത്തിൽ പോലും ഈ വാക്യം കാണാതെ പഠിച്ച് അനുഭവത്തിലാക്കണം. നിരാശപ്പെടരുത്. ഒരു മനുഷ്യരോടും ആവശ്യങ്ങൾ പറയണ്ട. പോറ്റുവാൻ, പുലർത്തുവാൻ, കരുതുവാൻ മതിയായ ഒരു ദൈവമാ നമ്മുടെ ദൈവം. കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് എനിക്ക് തന്നു. എൻ്റെ ഭാര്യ ഓമന, എനിക്ക് 3 മക്കള്, 3 മരുമക്കള്. 2 ദിവസം മുമ്പേ ഒരു കൊച്ചുമോൻ കൂടെ ഉണ്ടായി. അങ്ങനെ 6 കൊച്ചുമക്കളെയും കർത്താവ് എനിക്ക് തന്നു. കൃപയാ, കൃപയാ. കർത്താവ് എന്നെ അയക്കുന്നിടത്തെല്ലാം പോയി ഞാൻ യേശുവിനെ സാക്ഷിക്കുന്നു. ഈ സൂമിൽ സംബന്ധിക്കുന്ന നിങ്ങളോട് ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. കർത്താവ് അനുവദിച്ചാൽ വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഞാനും എൻ്റെ കൂടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു അനുഗ്രഹീത ശുശ്രൂഷകനായ ദാസ് പാസ്റ്റർ കെ ദാസ്, ആ ദൈവദാസനും ഞാനുമായിട്ട് ആഫ്രിക്കയിലേക്ക് പോവുകയാണ്. ബോംബെയിൽ നിന്ന് തിങ്കളാഴ്ച ഞങ്ങൾ ആഫ്രിക്കയിലേക്ക് പോകുന്നു. ഞങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ യാത്ര സുവിശേഷ യാത്ര അനുഗ്രഹമായി വലിയ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ആത്മാക്കളെ തേടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശുശ്രൂഷിപ്പാൻ, കർത്താവ് ബലപ്പെടുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ്. ഓർക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളെയും ഓർക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. എന്നെ ക്ഷണിച്ച പ്രിയ സിസ്റ്ററോട് ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം ഈ സൂമിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ എന്നെയും സമർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക്സ് ലോർഡ് പാസ്റ്റർ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. സകലവും സ്തോത്രത്തോടെ കർത്താവിന്റെ പാദപീഠത്തെ നമ്മളെ വെച്ചാൽ മതി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഓർപ്പിച്ച കാര്യങ്ങൾ ഇതാണ്. കർത്താവിന്റെ ദാസന്റെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ എങ്ങനെ ആ ദേവദാസൻ നിന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. പക്ഷേ ദൈവത്തെ ഹല്ലേലൂയ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. കർത്താവിന്റെ വചനം വായിക്കുകയും പാട്ട് പാടുകയും പ്രാർത്ഥനയ്ക്ക് പോവുകയും ഒക്കെ ചെയ്തു. അതാണ് ഒരു വ്യക്തി ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ സ്പിരിറ്റ് ആക്റ്റീവായി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള മനുഷ്യർ പറയുന്നത് അനുസരിക്കുവാൻ കഴിയുകയില്ല. ആത്മാവ് ആ വ്യക്തിയെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണോ അങ്ങോട്ടേക്ക് പോകണം. ഹല്ലേലൂയ. ആത്മാവ് നടത്തുന്നത് പോലെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ.
ഈ ദേവദാസ ശുശ്രൂഷ കൊണ്ടിരുന്നപ്പോൾ കർത്താവ് എനിക്ക് ഒരു ടെസ്റ്റ് മണി എന്നെ ഓർപ്പിച്ച്, കുറെ നാളായി കേട്ട ഒരു ടെസ്റ്റ് മണിയാണ്. ഇവിടുന്ന് ട്രിവാൻഡ്രത്തുനിന്ന് ഓസ്ട്രേലിയയിലേക്ക് ഒരു അപ്പൂപ്പനും ഒരു അപ്പച്ചനും ഒരു അമ്മച്ചിയും പോവുകയാണ്. അവരുടെ മക്കളുടെ അടുത്ത് ഓസ്ട്രേലിയയിൽ പോകണം. അവര് എല്ലാ ഡീറ്റെയിൽസും എല്ലാം എടുത്ത്, നമുക്കറിയാം നമ്മുടെ ഗൾഫിൽ പോണ മാതിരിയല്ല, ഓസ്ട്രേലിയ, US, UK പോകുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അവിടെ എല്ലാം പല ചെക്കിങ്സ് ഉണ്ട്. അപ്പം അവിടെ ചെന്ന് ചെക്കിങ്ങിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞു, നിങ്ങൾ എടുത്തോണ്ട് വന്നേക്കണേ ഈ ഫോട്ടോസ്റ്റാറ്റ് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു. ക്ലിയർ അല്ല അതുകൊണ്ട് രാത്രി 12 മണി 11 മണി കഴിഞ്ഞു. അപ്പം അവര് പറയുവാണ്, അവരുടെ മകന് വൈഫും മക്കളും എല്ലാം അപ്പച്ചനും അമ്മച്ചിയും വരുന്നതിന്റെ സന്തോഷത്തിൽ ഓടി നടന്ന വീട്ടിലെ സാധനങ്ങൾ വാങ്ങുക എല്ലാം ഒരുക്കി ഈ അപ്പച്ചനെ അമ്മച്ചിയെ സ്വീകരിക്കാൻ അവർ തയ്യാറായി ഓടിത്താളന്ന് കിടന്ന് ഉറങ്ങി. 11-12 മണിയായപ്പം ഇവിടെ 12 മണി, ഇവിടുത്തെ രാത്രിത്തെ 12 മണി കഴിഞ്ഞപ്പോഴാണ് എയർപോർട്ടുകാർ പറയുന്നത്, നിങ്ങൾ കൊണ്ടുവന്ന കോപ്പീസ് ഒന്നും ക്ലിയർ അല്ല, അതുകൊണ്ട് നിങ്ങൾ എവിടുന്ന് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ആ അമ്മച്ചി ഹല്ലേലൂയ വളരെ നാളായി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും മീറ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന, അന്യഭാഷയെ കുറിച്ച് കുറെ കേട്ടിട്ടുള്ളവരാണ്. അവര് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. അവര് മക്കള് വളരെ ദാഹത്തോടെ വളരെ ആകാംക്ഷയോടെ പേരൻസിനെ വേണ്ടി അവരെല്ലാം ഒരുക്കി വെയിറ്റ് ചെയ്തിരിക്കുവാണ്. രാവിലെ 3 മണിയാകുമ്പോൾ അവരിവിടെ എത്തും ഫ്ലൈറ്റില്. പക്ഷെ ഇവിടെ അപ്പച്ചനും അമ്മച്ചിയും സ്റ്റക്കായിരിക്കും. എയർപോർട്ടുകാർ പറഞ്ഞു, നിങ്ങളുടെ ലഗേജ് ഇതെല്ലാം മാറ്റിക്കോ, നിങ്ങൾക്ക് പോവാൻ പറ്റത്തില്ല. അപ്പോഴേക്കും ഹല്ലേലൂയ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ അമ്മച്ചി അവിടെ ഇരുന്ന് അന്യഭാഷയിൽ കുറെ നേരം അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അതുവരെയും അന്യഭാഷയെ കുറിച്ചുള്ള എന്താ പറയാ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് അത്ര ഇമ്പോർട്ടൻസ് അമ്മച്ചി കൊടുത്തിരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ സമയത്ത് എന്ത് സംഭവിച്ചെന്നറിയാമോ? ഓസ്ട്രേലിയയില് 12 മണിയായപ്പോ കിടന്നുറങ്ങിയ മകന് ഒരു സ്വപ്നം കാണുകയാണ്. ഹല്ലേലൂയ. അവൻ രാത്രി 11 മണിക്ക് 12 മണിക്ക്, ഞാനും അങ്ങനെയാണ് ചെയ്യുന്നത്. കാര്യം എനിക്ക് രാത്രി ഇവിടെ ഫോൺ കോൾസിന്റെ ശല്യം ഉള്ളതുകൊണ്ട് ഞാനൊരു 10-10:30 ആകുമ്പോഴത്തേക്കും എൻ്റെ മൊബൈൽ കംപ്ലീറ്റ്ലി സൗണ്ട് ഓഫ് ആക്കി ഇടും, സൈലന്റ് ഇടും. കാര്യം കോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത് ഉറക്കത്തിന് ഇഷ്യൂ ഉള്ളതാണ്, ബ്രേക്ക് ആയ പിന്നെ പ്രശ്നമാണ്. അപ്പൊ ആ മകനും എന്ത് ചെയ്തു, എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു രക്ഷയില്ല. ഇവർക്ക് അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാനും പറ്റില്ല. ഇനി ആകെ 10-15 മിനിറ്റ് ഉണ്ട്. ഇപ്പൊ കോള് വരും ഫ്ലൈറ്റിൽ കയറാനുള്ളത്. അവിടെ നിൽക്കുവാണ്, ചെക്കിങ്ങിന്റെ അവര് അവിടെ നിൽക്കുവാണ് ഈ അപ്പച്ചനും അമ്മച്ചിയും. ഉടനെ ഈ മകൻ അവിടെ ഓസ്ട്രേലിയയിൽ ഇരുന്ന് ഒരു സ്വപ്നം കാണുകയാണ്. ഈ മകൻ എന്താണ് സ്വപ്നം കാണുന്നത്? ഈ മകൻ ഓടി ഓടി ഒരു മൗണ്ടന്റെ അടുത്ത് ചെല്ലുകയാണ്. ഈ മൗണ്ടന്റെ മേളിലോട്ട് ആരോ ഈ മകനെ കൊണ്ടുപോവുക. അവിടെ നിന്ന് പൊത്തോന്ന് പറഞ്ഞ് താഴെ വീഴുകയാ. താഴെ വീണ് പേടിച്ച് ചാടി എഴുന്നേറ്റതും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും മൊബൈൽ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ചാടി എടുത്ത് മൊബൈൽ നോക്കിയപ്പോഴത്തേക്കും അമ്മച്ചിയുടെ ഫോൺ കോൾസ് ഇങ്ങനെ കിടക്കുക, 10-30-40 എണ്ണം. ആ കോൾസ് എല്ലാം എടുത്ത് നോക്കിയപ്പോൾ എന്നിട്ട് മകൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ അമ്മ, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഇവര് ഫോട്ടോസ്റ്റാറ്റ് എടുത്തത് ക്ലിയർ അല്ലാത്തത് കൊണ്ട് കയറ്റി വിടത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് തിരിച്ചു പോകാനായിട്ട് നിൽക്കുക. അങ്ങനെ പെട്ടെന്ന് മകൻ വീണ്ടും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിജിറ്റൽ അയച്ചു കൊടുത്ത് അവർക്ക് ആ ഫ്ലൈറ്റിൽ തന്നെ തിരിച്ച് ഓസ്ട്രേലിയ പോവാൻ കർത്താവ് ഒരുക്കി. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ നമുക്ക് വേണ്ടി തക്ക സമയത്ത് എല്ലാം കരുതുന്ന ഒരുക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിചാരിക്കും, ശരിയാണ്, അവരുടെ എയർപോർട്ടിലെ റൂൾസ് അനുസരിച്ച് അവരെങ്ങനെയാണ് പോകേണ്ടത്, ആ സ്വിച്ച് ഓഫ് ചെയ്ത് ആ മൊബൈൽ എങ്ങനെയാണ് ആ സ്വപ്നം കാണുകയും ആ മകനെ ദൈവം ഉണർത്തുകയും ചെയ്തത്? അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്ക് അന്ന് പോവാൻ പറ്റുമായിരുന്നു? അപ്പൊ നമ്മുടെ പ്രാർത്ഥന ഹല്ലേലൂയ വളരെ ഇമ്പോർട്ടന്റ് ആണ് ദൈവസന്നിധിയില്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലാണെങ്കിലും നമ്മുടെ അന്യഭാഷയിൽ നമ്മളെ ആത്മാവിൽ ദൈവത്തോട്
ഭക്തിയോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അധരവ ശന്തരവ എല്ലാ ബോണ്ടേജസിനെയും എല്ലാ തടസ്സങ്ങളെയും തകർക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി തക്ക സമയത്ത് കർത്താവ് കരുതും. ഓൾറെഡി നമ്മൾ വചനത്തിൽ വായിച്ചു കഴിഞ്ഞതാണ്. ഓൾറെഡി നമുക്ക് സ്പിരിറ്റ് റെലത്തിൽ എല്ലാ കർത്താവ് ഒരുക്കി കഴിഞ്ഞു. കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഏലിയാവിനെ പോറ്റിയതുപോലെ അപ്പം കൊണ്ട് കാക്ക കൊണ്ട് കൊടുത്തു. അങ്ങനത്തെ ഹല്ലേലൂയ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം കർത്താവ് നമ്മളെ കരുതിയിട്ടുണ്ട്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. ഹല്ലേലൂയ. പലപ്പോഴും പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോ ഞാനൊന്ന് വിഷമിച്ചാൽ മതി, അപ്പോഴേക്ക് കർത്താവ് അത് ഒരുക്കിയിരിക്കും. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു ദൈവ പൈതലിനെ കുറിച്ച്, ദൈവമകനെ മകളെ കുറിച്ച് കർത്താവിന്റെ കരുതൽ അതാണ്. അവൻ നമുക്ക് വേണ്ടി കരുന്നതാകിയാൽ നമ്മുടെ സകല ചിന്താകുലവും അവൻ മേലിട്ടുകൊള്ളുക. പരിശുദ്ധാത്മാവ് പറയുന്നു, ആകാശത്തിന്റെ ഭണ്ഡാരങ്ങൾ തുറന്ന് കർത്താവ് നമ്മളെ സഹായിക്കും ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. ഒരു സഹോദരിയോട് ഞാൻ സുവിശേഷം അറിയിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവരുടെ വളരെ ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് വിഷയങ്ങളിൽ അവർ ഭാരപ്പെട്ടിരുന്നു. ഹല്ലേലൂയ. അവർക്ക് ആക്ച്വലി റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ്, നല്ല പെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മകനെ പഠിപ്പിച്ചു, മരുമകളെ അവരാണ് പഠിപ്പിച്ചത്. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. വരുന്ന പെൺകുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു അമ്മായിയമ്മയെ കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ. അപ്പൊ ആ മകളുടെ ആ മാഡത്തിന്റെ മനസ്സ് എത്ര വലുതാണെന്ന് ഞാൻ ഓർക്കുക. ആരെ സഹായിക്കുന്ന ഒരു മനസ്സ്. ആ മകളുടെ ആ മാഡത്തിന്റെ സാക്ഷ്യം ഞാൻ കേട്ടപ്പോ ഞെട്ടിപ്പോയി. ഹല്ലേലൂയ. അവർക്ക് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവർക്കിപ്പോ സത്യം പറഞ്ഞ എന്നോട് പറയാം, ഒരു ആൾക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര ബിസിനസ്സാണ് അവർക്കിപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രോഡക്റ്റ് അവര് പറയുക, മോളെ എനിക്ക് 60 വയസ്സായി, എനിക്ക് ഈ വാട്സപ്പിൽ ഇരുന്ന് ഇത്രയും മെസ്സേജസ് എടുത്ത് ഓരോരുത്തരുടെ അഡ്രസ് എടുത്ത് അയക്കാൻ എനിക്ക് അത്ര ആരോഗ്യമില്ല. തമ്പുരാൻ അനുഗ്രഹിച്ച ഇങ്ങനെ അങ്ങോട്ട് അനുഗ്രഹിക്കൂ. എന്താ ഇത് നിന്റെ അപ്പൊ നിന്റെ പ്രാർത്ഥന ഭയങ്കരമാ. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥനയാണ്, ആത്മാവിലുള്ള പ്രാർത്ഥന കർത്താവ് വലിയവ ചെയ്യും, അത്ഭുതം ചെയ്യും. അവർക്ക് എന്തൊക്കെ ഇപ്പൊ അവര് പറയണേച്ചാ അവർക്ക് എന്തൊക്കെയാണ് തടസ്സപ്പെട്ട് കിടക്കണേ അതെല്ലാം കർത്താവ് തുറന്നു കൊടുത്തു. അപ്പൊ പലപ്പോഴും നമുക്ക് ലഭിക്കേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ പലപ്പോഴും ശത്രു അത് കൈയടക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ആത്മാവിലുള്ള പ്രാർത്ഥന അത് ഭേദിച്ച് അത് കർത്താവിന്റെ കരത്തിൽ നമ്മളെ കരത്തിൽ തരുവാൻ കർത്താവ് മതിയായവനാണ്. ഇനി ഒരാളെ വെക്കേണ്ടി വരും. ഇപ്പൊ അവർക്കൊന്നുമില്ല, സീറോ എന്ന് പറഞ്ഞ ഫൈനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്ന് ആ സിറ്റുവേഷനിലേക്ക് കർത്താവ് അവരെ ഉയർത്തിയിരിക്കുകയാണ്. എന്നോട് പറയും, ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചു പറയല്ലേ മോളെ. ഹല്ലേലൂയ. തമ്പുരാനങ്ങ് ഭണ്ഡാരം തുറന്ന് എന്നെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക. കർത്താവിന്റെ കയ്യിൽ പുരാതന സമ്പത്തുണ്ട്. ആധാരവും മാനവും പുരാതന വസ്തുക്കളും കർത്താവിന്റെ കരത്തിലുണ്ട്. കർത്താവിന് ഒന്നിനും ഒരു കുറവില്ല. തന്റെ മക്കളെ പോറ്റുവാൻ കർത്താവ് മതിയായവനാണ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ അയൽവക്കത്ത് പോലും, നമ്മുടെ പ്രിയപ്പെട്ടവര് പോലും വിശന്നിരിക്കുവാണോ, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാനോ അവര് പറയുവാനോ ഇടവരില്ല. പക്ഷേ ഒന്നും ഹല്ലേലൂയ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ കർത്താവ് ആകാശത്തിന്റെ ഭണ്ഡാരം തുറന്ന് തന്റെ മക്കളെ അനുഗ്രഹിക്കും. അവർക്ക് വേണ്ടതും ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി നമ്മളെ നടത്തുവാൻ കർത്താവ് മതിയായവനാണ്. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നത് തടയുവാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവിലേക്ക് വരുന്നവർ
കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് നമുക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ഒരുക്കി കഴിഞ്ഞു. എങ്കിലും കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മള് ഹല്ലേലൂയ നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ഹൃദയം പകർന്ന് പിതാവിനോട് സ്വന്തം അപ്പനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആത്മാവിൽ അപ്പയോട് സംസാരിച്ചാൽ അപ്പച്ചൻ നമുക്ക് വേണ്ടതിലും അധികമായി നമുക്ക് തരും. ഒരു പക്ഷേ ഹല്ലേലൂയ ഒരു വാക്യം പറഞ്ഞ് കുറച്ചു നേരം കൂടി ഞാൻ നിങ്ങളോട് മെസ്സേജ് ഷെയർ ചെയ്തിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. വാക്യം റോമാലേഖനം 17-ാം അധ്യായത്തിന് 26-ാമത്തെ വാക്യമാണ്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാണ്. നമുക്ക് വേണ്ടി തുണ നിൽക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. സർവശക്തനെ, സർവജ്ഞാനി, സർവവ്യാപിയും പരിശുദ്ധന് നിത്യനുമാണ്. നമ്മുടെ മൺ ശരീരത്തിൽ ജീവിക്കുന്ന ഹല്ലേലൂയ എപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഉള്ളത്തിലുള്ള പരിശുദ്ധാത്മാവ് അത്രേ നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നത്. പലപ്പോഴും ഭാരങ്ങൾ താങ്ങുവാൻ ഹല്ലേലൂയ ഭാരങ്ങളുടെ ഹല്ലേലൂയ ഭാര നിമിത്തം മുന്നോട്ട് ചുവടുവെപ്പുകൾ വെക്കുവാൻ കഴിയാതെ നമ്മൾ ഭാരപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ ലിഫ്റ്റ് ചെയ്ത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിഷയം, സ്വർഗ്ഗത്തിലെ കർത്താവ് വിഷയം എടുത്തു കഴിയുമ്പോൾ അതിന്റെ വെയിറ്റ് ലഘുവാകുന്നു. ദൈവമക്കളെ, കർത്താവിന്റെ തിരുവശം വരുന്ന വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല. ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന എങ്ങനെയുള്ളതെന്ന് നാം അറിയുന്നില്ല. പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാത്തത് ആരാണുള്ളത് ദൈവമക്കളെ? നമുക്കെല്ലാം അറിയാം. ഇപ്പോൾ ദേവദാസൻ ശുശ്രൂഷിച്ചു. നമ്മളെല്ലാം, ഞാനും ഇതിനകത്ത് വേറെ ഒരു സിസ്റ്ററും കൂടിയുണ്ട്. ഹിന്ദു പാരമ്പര്യത്തിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിലേക്ക് വന്നത്. നമ്മളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ എങ്ങനെയാന്ന് അറിയത്തില്ല. ആരോടാ പ്രാർത്ഥിക്കേണ്ടേ, എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടേ ഒന്നും അറിയത്തില്ല. നമ്മളെയൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവാണ്. ആത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആത്മാവ് നമ്മളെ എടുത്തോണ്ടങ്ങ് പൊക്കോളൂ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ എന്ത് പ്രാർത്ഥിക്കണം, അപ്പനോട് എന്നാ ചോദിക്കണം, അപ്പനോട് എന്നാ പറയേണ്ടത്, അപ്പന്റെ ഹിതം എന്താണ്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് എന്നെ തരുന്നു. അങ്ങ് എന്നെ നയിച്ചാലും ഹല്ലേലൂയ എനിക്ക് ഇങ്ങനെ എടുത്ത സ്റ്റെപ്പ് വെക്കണമെന്ന് അറിയത്തില്ല. എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നെ ആ വിഷയത്തിന്റെ മേൽ എനിക്ക് ജയം നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. പരിശുദ്ധാത്മാവ് എന്ന ആ ദാനം ലഭിച്ചവർക്ക് പരിശുദ്ധാത്മാവിനാൽ ഉണ്ടാകുന്ന 2 ശ്രേഷ്ഠമായ അനുഭവങ്ങളാണ് നമ്മൾ 23-ഉം 26-ഉം വാക്യങ്ങളാൽ നമ്മൾ കാണുന്നത്. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ഉത്രത്വത്തിന് വേണ്ടി ഞരങ്ങുന്നു. മനുഷ്യരെ തേജസ്സിന്റെ പുത്രന്മാരാക്കി പുത്രത്വം നൽകുവാൻ പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നു. നമുക്ക് ജയജീവിതം ചെയ്യുവാൻ കഴിയാതെ വരുമ്പോഴും പലവിധ ശോധനകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും പരീക്ഷകളും പോരാട്ടം ഒക്കെ വരുമ്പോഴും നമ്മളെ നിലനിർത്താൻ, നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരമായി തീർക്കുന്നതിന് വേണ്ടി നമ്മളിരുന്ന് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ, ചില പ്രയാസങ്ങൾ ഹല്ലേലൂയ പെട്ടെന്നായിരിക്കും ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും വിചാരിക്കാതെ നമ്മുടെ നേരെ ആഞ്ഞടിക്കുന്നത്. അപ്പോൾ നമ്മൾ
നഷ്ടപ്പെട്ടു പോകാതെ ആ ക്രിസ്തുവിന്റെ പൂർണ്ണ രൂപം ഉരുവാകോളം അതിനുവേണ്ടി പ്രസവ വേദനപ്പെട്ട് ഈറ്റുന്നതോടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ നാം ക്രിസ്തുവിന്റെ അതേ രൂപം പ്രാപിക്കുന്ന സമയത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു. പല ചേർച്ചസും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്റ്റൽ ചേർച്ചസ് മെയിൻലി നമ്മൾ പോകുന്ന പെന്തക്കോസ്റ്റൽ ചേർച്ചസ് ആണല്ലോ. അപ്പൊ അവരിങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട്. എപ്പോഴും എനിക്ക് വളരെ ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് കുറച്ച് താഴേക്ക് പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമോ? പക്ഷേ നമ്മള് മെജോറിറ്റി ഓഫ് പെന്തക്കോസ്റ്റ് ചേർച്ചസും പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പോകുമെന്നാണ്. പക്ഷെ അത് തെറ്റായ കാര്യമാണ് ദൈവമക്കളെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. അതിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ എൻ്റെ സാക്ഷ്യം തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം ഞാൻ നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വില്ല ഉണ്ടായിരുന്നു, ഒരു വലിയ വില്ലയായിരുന്നു. അത് നഷ്ടമാകില്ല ഞാൻ വിശ്വസിച്ചു. കർത്താവ് ഞങ്ങളിൽ നിന്ന് അത് നഷ്ടമാക്കില്ല ഞാൻ വിശ്വസിച്ചു. അത് അങ്ങനെ ഞാൻ ലാസ്റ്റ് വരെയും വിശ്വാസത്തിൽ നിന്നു. എൻ്റെ കർത്താവ് എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. കാരണം അതിനുവേണ്ടി അത്രമാത്രം പിന്നിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ ബാങ്കുകാർ ജപ്തിക്ക് വന്നപ്പോൾ എൻ്റെ വിശ്വാസം താഴേക്ക് പോയി. ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നത്. എൻ്റെ വിശ്വാസത്തിന്റെ ഗ്രാഫ് താഴേക്ക് പോയി. കാരണം ഞാൻ 99% ഓഫ് നമ്മൾ ഗൾഫിലായിരുന്ന പാസ്റ്റേഴ്സും പറഞ്ഞു ആ വില്ല നഷ്ടമാകില്ല, അത് നിങ്ങൾക്ക് കർത്താവ് തന്നതാണ്, നിങ്ങള് അത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ കരത്തിൽ അത് തിരിച്ചു വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കർത്താവ് പറഞ്ഞതിൽ ഞാൻ വിശ്വസിച്ചു. പക്ഷെ അത് നമ്മളിൽ നിന്ന് നഷ്ടമായി. അങ്ങനെ ഒരു ജപ്തി അവിടെ വന്നപ്പോൾ ഞാൻ തകർന്നു പോയി. കർത്താവെ, ഞാൻ എത്രമാത്രം അങ്ങയിൽ വിശ്വസിച്ചു, അത് നഷ്ടമാകില്ല എന്ന് ഞാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാക്കിനെ എൻ്റെ ഹസ്ബൻഡ് വിശ്വസിച്ചു, എൻ്റെ വീട്ടിലുള്ളവർ വിശ്വസിച്ചു. പക്ഷേ അതൊരു ടെസ്റ്റ് ആയിരുന്നു ദൈവം എനിക്ക് തന്നത്. ഹല്ലേലൂയ. ഞാൻ അവസാനം വരെ നിന്നു. പക്ഷെ ആ വിശ്വാസത്തിന്റെ ഗ്രാഫിൽ നിന്ന് ഞാൻ താഴോട്ട് പോയി. ഞങ്ങളുടെ എന്താ പറയാ, എല്ലാം തകർന്നു. ഞങ്ങളുടെ വീട്ടിലെ സമാധാനം തകർന്നു. ഞങ്ങളുടെ അകത്ത് ഡിവിഷൻ വന്നു. പല കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതായി. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സിനെ പോലെയായി. നോക്കിക്കോളേ, ശത്രു ഒരു കുടുംബത്തെ തകർക്കുന്ന വിധം എങ്ങനെയാണെന്ന്. ഹല്ലേലൂയ. ഞാൻ എന്നിട്ട് കർത്താവിനോട് ഇന്നും കർത്താവ്, ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത് നഷ്ടമായി പോയതെന്ന്. ഹല്ലേലൂയ. അവസാനം എല്ലാ കുറ്റവും എന്റെ തലയിലേക്ക് വീണു. എല്ലാവരും എന്നെയാണ് കുറ്റം പറഞ്ഞത്. അപ്പോഴും ഞാൻ കർത്താവിനോട് ഞരങ്ങി. ഞാനപ്പോ ആ സമയങ്ങളിൽ എന്റെ പ്രാർത്ഥനയുടെ ഗ്രാഫ് നോക്കിയാൽ താഴേക്ക് പോയി, വിശ്വാസം താഴേക്ക് പോയി. അപ്പം അതുവരെ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒത്തിരി മിറക്കിൾസ് നടന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി. പക്ഷെ ഞാൻ കുറെ നാൾ നേരെ പ്രാർത്ഥിക്കത്തില്ലായിരുന്നു, വചനം വായിക്കത്തില്ലായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഫുൾ ടൈം. ഞാൻ രാവിലെ 8 മണിക്ക് പോയ രാത്രി 8 മണിക്കാണ് ഓഫീസിൽ നിന്ന് തിരിച്ചൊരു 6:30-7 മണിക്കാണ് തിരിച്ച് വീട്ടിൽ വരുന്നത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഹസ്ബൻഡ് അന്ന് ബോംബെയിലായിരുന്നു, മോള് പഞ്ചാബിലായിരുന്നു. ഞാൻ ഉഴപ്പാൻ തുടങ്ങി. എന്ന് വെച്ചാൽ കർത്താവിൽ നിന്ന് കുറെ ഞാൻ അകലാൻ തുടങ്ങി. പക്ഷേ പിന്നെ ഹല്ലേലൂയ കുറെ നാൾ കഴിഞ്ഞ് ഞാൻ എന്താ പറയാ, എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. ആ സമയങ്ങളിൽ പതുക്കെ ഞാൻ കർത്താവിന് വേണ്ടി പാട്ട് പാടാൻ തുടങ്ങി. കർത്താവിന്റെ എന്താ പറയാ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ പതുക്കെയാണ് എനിക്ക് ഹീലിംഗ് എല്ലാം കിട്ടി. പക്ഷേ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കാതിരുന്നു, വചനം വായിക്കാതിരുന്നു, പുറകോട്ട് ഞാൻ പോയപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിന്ന് ഞരങ്ങിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മളെ വിട്ട് പോകത്തില്ല ദൈവമക്കളെ. അത് തെറ്റായ പഠിപ്പിക്കലാണ്. നിങ്ങളത് വിശ്വസിക്കരുത്. ഈ ഭൂമിയിൽ ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ഒരു വലിയ നിധിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് അറിയാം നമുക്ക് താങ്ങാൻ പറ്റാത്തത് ഹല്ലേലൂയ വരുമ്പോ, നമ്മുടെ ബലഹീനതകൾ, നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ശബ്ദമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ നാവൂന്ന് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്തുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി യേശു കർത്താവ് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുക.
പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട് എങ്ങും പോകത്തില്ല ദൈവമക്കളെ. പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ കർത്താവിന്റെ മണവാട്ടി സഭ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നവരെയും പരിശുദ്ധാത്മാവ് ഇവിടെ കാണും. അത് കഴിഞ്ഞ് ഇവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്തവർ എത്രയും പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന്റെ 26ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്നാ വായിച്ചത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുടനിന്ന് നമ്മളിരുന്ന് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് ഞരങ്ങുന്നു, നമുക്ക് വേണ്ടി അപേക്ഷയും അഭയയാചനയും കഴിക്കുന്നു. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി ഒരു ദിവസത്തിന്റെ 24 മണിക്കൂറും, ഹല്ലേലൂയ, ഒരു വർഷത്തിന്റെ 365 ഡേയ്സും നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പത്രോസിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. യേശു കർത്താവ് പെട്ടെന്ന് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കും, നിന്നെ പാറ്റിക്കളയുന്നതിന് പിശാച് എത്ര വട്ടം എന്നോട് ചോദിച്ചെന്നറിയാമോ? ആദ്യം നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഇരിക്കുന്നത്. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളെ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നമുക്ക് ലഭിക്കാൻ നമ്മളിരുന്ന് പരിശുദ്ധാത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ്? പിന്നെ ദൈവഹിത പ്രകാരം നമ്മളെ നടത്തുവാൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ദൈവഹിത പ്രകാരം ദൈവത്തിന്റെ ആ പദ്ധതി പ്ലാനിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങുക. ഹല്ലേലൂയ. നമ്മള് വചനം വായിക്കുമ്പോൾ നമ്മളൊരു കണ്ണാടിയിലേക്ക് നമ്മളെ മുഖം നോക്കുന്നത് പോലെയാണ്. കണ്ണാടിയിൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഒരുങ്ങാൻ നമ്മൾ ആ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, മുഖത്ത് ഇച്ചിരി പൗഡർ അവിടെ എവിടെയൊക്കെ കൂടിയിട്ടുണ്ട്, മുടി നേരെ ഒന്നും ആക്കിയിട്ടില്ല അല്ലേ? പക്ഷേ ഈ കണ്ണാടി ഒരിക്കലും നമ്മളോട് ഇങ്ങോട്ട് പറയത്തില്ല, അവിടെ കുറവുണ്ട്, ഇവിടെ കുറവുണ്ട്, നീ അത് മാറ്റിക്കേ, ഇത് മാറ്റിക്കേ എന്ന് പറയില്ല. നമ്മൾ തന്നെയാണ് നമ്മൾ ആ ഫോൾട്ട് കണ്ടുപിടിച്ച് വചനം വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും. നമുക്ക് തന്നെ ഇപ്പൊ ദേവദാസൻ ഇപ്പൊ പറഞ്ഞല്ലോ, പാപബോധം ഉണ്ടാവും. നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഗോയിങ് ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. നമ്മുടെ ഫ്ലഷിന്റെ ഓരോരോ കുറവുകളും നമ്മൾ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ടുള്ള ഞരക്കം ലോകത്തിൽ ആർക്കും മനസ്സിലാകത്തില്ല, പുറത്താരും അറിയത്തില്ല. ഹല്ലേലൂയ. എങ്കിലും ദൈവഹിത പ്രകാരമുള്ളതും ദൈവം പ്രസാദിക്കുന്നതുമാണ് ആ ഞരക്കം. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ പരിശുദ്ധാത്മാവിന്റെ ഞരക്കം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ സൂം മീറ്റിംഗ്, ഈ ഗൂഗിൾ പ്രേ മീറ്റിംഗിൽ നമ്മൾ ഉണ്ടാവുമായിരുന്നോ? ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം നമുക്ക് എവിടെയോ കുറവുണ്ട്. നമ്മളത് കറക്റ്റ് ചെയ്ത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്? വചനം വായനയിലൂടെ, വചനം മെഡിറ്റേഷനിലൂടെ. നമ്മൾ വചനം കേൾക്കുമ്പോൾ, വചന ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ശുശ്രൂഷ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നമുക്കറിയുന്നത്, അയ്യോ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴത്തിലുള്ള വെളിപ്പാടുകൾ പലപ്പോഴും നമുക്ക് അറിയത്തില്ല. നമ്മൾ ആ ഡയമെൻഷനിലേക്ക് നമ്മൾ കയറി പോകാത്തത് കാരണം നമുക്ക് ആ വെളിപ്പാടുകൾ ലഭിക്കാത്തത് കൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഉണ്ട്. നമ്മുടെ കുറവ് കൊണ്ട് പറ്റുന്നതല്ല, നമ്മുടെ അറിവുകേട് കൊണ്ട്. നമുക്ക് അറിവ്, അതാണ് പറഞ്ഞത്, നീ സത്യം അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രയാക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആ വചനത്തിന്റെ യഥാർത്ഥ ആഴമേറിയ സത്യം നമ്മൾ അറിയുമ്പോൾ നമ്മളിൽ ഒരു വലിയ രൂപാന്തരം നടക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ പദ്ധതികൾ ഗ്രഹിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നമുക്കറിയാം, നമുക്കൊരു പരസ്യ അറിയുണ്ട് അല്ലെ? നമ്മളെല്ലാരും കാണുന്നതും നമ്മൾ നടക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും നമ്മുടെ ഓരോ മൂവ്മെന്റ്സും എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു മണ്ഡലമുണ്ട്. പിന്നെ രഹസ്യ അറിയുണ്ട്. അതെന്താണ്? ദൈവത്തിന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നെ ചില കാര്യങ്ങളുണ്ട്,
നമുക്കറിയത്തില്ല, പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ കീഴടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ട്രാക്കിലൂടെ ഓടും. യഥാർത്ഥ ട്രാക്കിലൂടെ ഓടിയാൽ മാത്രമേ നമ്മുടെ ആ കറക്റ്റ് ഡെസ്റ്റിനിയിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. ഉടാരക ദിഗസ്യാന്തരാരവ ശന്തരവേ ഉടമന ദിഗരവരകുട ഗരകശന്തര. നമ്മളെ കറക്റ്റ് ട്രാക്കിലേക്ക് നയിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്. നമുക്കറിയാം, ഒരു ഗൂഗിൾ മാപ്പ് വെച്ച് നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ, ഇപ്പോഴത്തെ ഗൂഗിൾ മാപ്പ് വെച്ച് കാർ ഓടിച്ചു പോയാൽ നമുക്ക് തെറ്റായ സ്ഥലത്ത് കൊണ്ടെത്തിക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് എന്ന ഗൂഗിൾ മാപ്പ് നമ്മുടെ ജീവിതത്തിൽ യൂസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഡെസ്റ്റിനിയിൽ നമ്മളെ എത്തിക്കും. ലോകത്തിലുള്ളതൊന്നും നമ്മളെ കർത്താവിന്റെ ഡെസ്റ്റിനിയിലേക്ക് എത്തിക്കത്തില്ല. ഹല്ലേലൂയ. ഓ റികാലബറസ്യാന്തരബ. നമ്മൾ കറക്റ്റ് ട്രാക്കിലല്ല ഓടുന്നെങ്കിൽ ഈ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഞരങ്ങിക്കൊണ്ടിരിക്കും. ഭയങ്കര ഞരക്കമായിരിക്കും. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു എന്താ പറയാ, ഒരു വചനജ്ഞാനത്തിന് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു വചനം കേൾക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ വചനം വായിക്കുവാണ്, അത് കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ എന്തോ ഒന്ന് മിസ്സിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തോ ഒരു കാര്യം മിസ്സാക്കി, അല്ലെങ്കിൽ ആ വചനത്തിൽ നമുക്ക് കിട്ടിയ വെളിപ്പാടിൽ നമ്മളെ തന്നെ സമർപ്പിച്ചില്ല, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്തില്ല. എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവ് എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നതെന്ന്. ഉടാരക ദിഗസ്യാന്തരാരവ ശന്തരടബ അഥരവര ശന്തരടബേ കുടാരക ദിഗസ്യാന്തരാബ. കറക്റ്റായിട്ട് നമ്മൾ ആ ട്രാക്കിലേക്ക് വലിച്ചോണ്ട് പോകുവാൻ പരിശുദ്ധാത്മാവിന് നമ്മളെ എറിഞ്ഞു കൊടുക്കണം. ഉടാരക ദിഗസ്യാന്തരാരവ ശന്തരടബേ ഉടാരക സന്തര. പലരും നമുക്കറിയാം, ആത്മീയഗോളത്തിൽ പലവിധ ആൾക്കാരുണ്ട്. അല്ലെ, അവര് പറയും ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവും, വേറെ ചിലര് പറയും അത് ചെയ്താൽ നിങ്ങൾക്ക് ശരിയാവും, വേറെ ചിലര് പറയും മൂന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ അത് ശരിയാവും. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചിട്ട്, കർത്താവെ ഈ വിഷയം അങ്ങറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നതല്ല, അതുകൊണ്ട് ഈ വിഷയം അപ്പന്റെ ഭാഗത്ത് ഞാൻ സമർപ്പിക്കാം. അതാണ് നേരത്തെ പറഞ്ഞ കാസ്റ്റ് യുവർ ബർഡൻസ് അപ്പോൺ ജീസസ്, he will care for us. ഹല്ലേലൂയ. ഓ, നമ്മളെ വേണ്ടി കരുതുന്ന കർത്താവ്, നമുക്ക് വേണ്ടി സകലതും ഒരുക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ ബ്ലൂ പ്രിന്റ് അനുസരിച്ചാണോ നമ്മൾ പോടേന്നുള്ളത്? പരിശുദ്ധാത്മാവിനെ മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു നോക്കിയാൽ മതി, പരിശുദ്ധാത്മാവേ ഇത് നിന്റെ ഹിതമല്ല എങ്കിൽ, അപ്പ അങ്ങയുടെ ഹിതമല്ലെങ്കിൽ ഈ വഴിയിൽ എന്നെ ബ്ലോക്ക് ചെയ്യണമേ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവെ ദൈവഹിതമല്ലാത്ത ഒരു വ്യക്തിയുടെ ഫോൺ കോൾ, ഒരു മെയിലോ എനിക്ക് വരരുത്. എന്റെ ഹൃദയം വേദനിപ്പിക്കുന്ന, എന്നെ ഹേർട്ട് ചെയ്യുന്ന ഒരു മെസ്സേജോ ഒരു കോളോ ഒരു മെയിലോ വരരുത്. എൻ്റെ ലാപ്ടോപ്പ്, എൻ്റെ മൊബൈൽ, ഈ ഭവനം, ഞങ്ങളുടെ കുടുംബം മാത്രമല്ല, എല്ലാവരെയും, ചുറ്റുമുള്ളവരെ, ദേശത്തെ എല്ലാ രക്തത്താൽ ഞാൻ അങ്ങ് മുദ്രയിടും. ഹല്ലേലൂയ. നമുക്കതിനുള്ള അധികാര സ്വർഗത്തിലെ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ദൈവഹിതമല്ലാത്തതാണെങ്കിൽ ഹല്ലേലൂയ, അത് തന്നെ അങ്ങ് കട്ടായി പൊക്കോളും ദൈവമക്കളെ. അതുമല്ല, നമ്മുടെ സ്പിരിറ്റിൽ നമുക്കൊരു അസമാധാനം ഫീൽ ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ നമ്മുടെ ഹൃദയത്തിൽ തോന്നത്തില്ല. അതാണ് കാര്യം. ഹല്ലേലൂയ. 9:30 ആവാൻ പോകുന്നു, ഞാൻ നിർത്താൻ പോകുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മളെ തള്ളിക്കൊണ്ടു പൊക്കോളും. പരിശുദ്ധാത്മാവാവുന്ന ഒഴുക്കിൽ നമ്മളായി തീർന്നാൽ മാത്രം മതി. നമ്മളെ ഒഴുക്കി നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനിയിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് എത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, ബലഹീനതയിൽ നമ്മളെ ഹല്ലേലൂയ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നമുക്ക് കീഴ്പ്പെടാം. നമ്മുടെ സകലവിധ ആവശ്യങ്ങളും, നമ്മുടെ ഹല്ലേലൂയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളിൽ നമ്മൾ ഞരങ്ങുന്നോ, ആ വിഷയത്തിനെല്ലാം ഹല്ലേലൂയ നമ്മളെ കരുതാൻ, നമ്മളെ കാക്കാൻ, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമുക്ക് വേണ്ടി ഒരുക്കുവാൻ തക്ക സമയത്ത് കാക്കി അയക്കുവാൻ സ്വർഗസ്ഥനായ കർത്താവ് മതിയായവൻ. ഹല്ലേലൂയ.
Nothing is impossible with him. He is Jehovah Rapha, he is Jehovah Ire, he is Jehovah Shalom. ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഡിവൈസിൽ കടന്നു വന്ന ഓരോ ഡിവൈസിനെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു. ഹല്ലേലൂയ. ശ്രേഷ്ഠ ദാസരെ നടത്തിയതുപോലെ കർത്താവെ ആഴമേറിയ വിശ്വാസം നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കണം. കർത്താവെ പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് പരിശുദ്ധാത്മാവിന്റെ ആ മൂവ്മെന്റിനെ സെൻസ് ചെയ്ത് ഓരോ സ്റ്റെപ്പും വെക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെന്ന പരിശുദ്ധാത്മാവ് ഈ ഗൂഗിൾ പ്രയർ മീറ്റിംഗിനെ കൺട്രോൾ ചെയ്തതിനായി സ്തോത്രം. എല്ലാ മഹത്വം ഈശോപിച്ചെടുക്കണം. ഞങ്ങൾ വീണ്ടും കൂടി വരുവോളം കർത്താവിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറയ്ക്കണം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ ഹല്ലേലൂയ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച വിഷയം നമ്മൾ ഓരോരുത്തരോട് കൂടി ഇരിക്കുമാറാകട്ടെ. നമുക്ക് ജയം തന്ന കർത്താവിന് നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് ദിസ് മീറ്റിംഗ്. എല്ലാവരും ഇന്നത്തെ മെസ്സേജ് അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിചാരിക്കണോ? കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കും. ഗോഡ് എനി പ്രയർ റിക്വസ്റ്റ് നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. ഞാൻ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. വീണ്ടും അടുത്ത ഫ്രൈഡേ ഇംഗ്ലീഷ് സർവീസിന് എല്ലാവരും കടന്നു വരണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ. ഗുഡ് നൈറ്റ്.